അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അൽഹംദുലില്ലാഹ് നമ്മളും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നും ഒരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഐക്യയിലേക്ക് തന്നെയാണ് പോകുന്നത്. എനിക്ക് കുറച്ച് സാധനങ്ങൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് എടുക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു ഷോപ്പിംഗ് വീഡിയോ മാത്രം എന്തെങ്ങനെ ഇടുന്നത്, വേറൊരു വീഡിയോ എന്താ ഇടാത്തത്? ഞാനിവിടെ വീട്ടിലുള്ള സമയത്ത് ഡേ മൈ ലൈഫൊക്കെ എടുക്കണമെന്ന് വിചാരിക്കും കേട്ടോ. പക്ഷേ ഡേ മൈ ലൈഫ് എടുക്കുമ്പോൾ എന്തായാലും നമ്മൾ കിച്ചണും ഭാഗങ്ങളൊക്കെ കാണിക്കേണ്ടി വരും. എനിക്കാണെങ്കിൽ ഇവിടുത്തെ കൗണ്ടർ ടോപ്പ് എൻ്റെ ഹൈറ്റിനനുസരിച്ചല്ല കേട്ടോ, നല്ല മുകളിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും അതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞാൻ ഇവിടെ വന്നാരെങ്ങനെ വിചാരിക്കുന്നുണ്ട് നമ്മളെ വീടും നമ്മളെ ഒരു ദിവസം എങ്ങനെയാണ് നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വന്ന സമയത്ത്. പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ കിച്ചണിലെ കൗണ്ടർ ടോപ്പ് നല്ല ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ക്യാമറ വെക്കുന്ന പൊസിഷനും അതുപോലെ തന്നെ എനിക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഒന്നാമത് ഞാൻ ഹൈറ്റില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അതാണ് ഞാൻ വീട്ടിലെ കാര്യങ്ങളൊന്നും അധികം ഉൾപ്പെടുത്താറില്ല കേട്ടോ. നമ്മൾ പുറത്തേക്ക് പോണതും അങ്ങനെയൊക്കെ കാണിക്കണം, അതുകൊണ്ടാണ്. പിന്നെ അധിക കൂട്ടുകാർക്കും ഷോപ്പിംഗ് വീഡിയോയും ഒക്കെ ഇഷ്ടമാണെന്ന് പറയാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ പോകുന്ന സമയത്ത് വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ വീടും ബാക്കിയുള്ള കാര്യങ്ങളും നമ്മളൊരു ദിവസം എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി ഒന്ന് പറയൂ കേട്ടോ. എന്തായാലും ഞാൻ ഇൻഷാ അല്ലാഹ് ബുദ്ധിമുട്ടാണെങ്കിലും ഞാനത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഐക്യയിലേക്കാണ് കേട്ടോ. ഐക്യൻ്റെ വീഡിയോ അടുത്തടുത്ത് ഇടാൻ കാരണം എന്താ വെച്ചാൽ ഞാനിതിൻ്റെ മുന്നൊരു ദിവസം ഐക്യയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മളൊരു സാധനം എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഐക്യയിൽ പോയിട്ട് ഒരു പ്രോഡക്റ്റ് എടുക്കാതെ പോരുന്നത് കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ 2-3 സാധനങ്ങൾ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കാക്കുനോട് വന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു എന്തെടുക്കാൻ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അപ്പം അങ്ങനെ ഒരു മൂഡ് തോന്നിയില്ല കേട്ടോ എടുക്കാൻ. എൻ്റെ അമ്മ അതുപോലെ തന്നെ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ അമ്മ എന്നോട് ചോദിച്ച് നീ എന്താ വെറുതെ പോയതായിരുന്നോ കാണാൻ, എന്താ ഒന്നും എടുത്തിട്ടില്ല എന്നൊക്കെ ചോദിച്ചിട്ടോ. അപ്പോഴും ഞാൻ ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇനിയൊരു പ്രാവശ്യം പോകുമ്പോൾ സാധനങ്ങളൊക്കെ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് പറഞ്ഞിട്ട്. അപ്പോൾ വെറുതെ വൈകുന്നേരം ഇരുന്ന സമയത്ത് ഒരു പണിയില്ലാതെ ഇവിടെ ഇരിക്കണമല്ലോ, അതുകൊണ്ട് നമ്മൾ അടുത്ത് തന്നെയാണ് ഐക്യ. അപ്പം എന്നാൽ ഒന്ന് പോയിട്ട് വരാൻ വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞാൻ 3-4 സാധനങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഉണ്ടെങ്കിൽ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഐക്യയിൽ അധികം ഓഫറും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അധിക പ്രോഡക്റ്റുകളൊന്നും എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന അതായത് നമുക്ക് ഇഷ്ടപ്പെടുന്ന പ്രോഡക്റ്റിനൊക്കെ അത്യാവശ്യം വില ഉണ്ടാവും കേട്ടോ. അപ്പം ബാക്കി കുറേ സംഭവങ്ങളൊന്നും എനിക്ക് ഇവിടുന്ന് എടുക്കാറില്ല. നമ്മളെ കയ്യിലില്ലാത്ത നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളുണ്ട്, അത് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദാ ഇവിടെ കയറിയ ഉടനെ തന്നെ മക്കൾ പോയിട്ട് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഐക്യയിൽ അടിപൊളി 1 റിയാലിന് ഐസ്ക്രീം കിട്ടും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഐസ്ക്രീമാണ് കേട്ടോ. അത് വാങ്ങിക്കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്കും മക്കൾക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ അത് കുറച്ച് കഴിച്ചപ്പോൾ തന്നെ എനിക്കെന്തോ ഒരു തലവേദന പോലെ വന്നു കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് മുഴുവനായിട്ട് കഴിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ മക്കൾക്ക് തന്നെ കൊടുത്ത് പിന്നെ അതാ ഓരോ സംഭവങ്ങളും നോക്കി നോക്കി ഇങ്ങനെ പോകുകയാണ് കേട്ടോ. ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ ചില സമയത്ത് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നും, അധികം ആളുകളൊന്നും ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ നല്ല തിരക്കുള്ള സമയത്തും ചിലപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റലുണ്ട്. കാരണം അധികം ആളുകളൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല കേട്ടോ. പക്ഷേ തിരക്ക് കുറഞ്ഞ സമയത്ത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ചില ഇവിടെയുള്ള അറബികളൊക്കെ ശ്രദ്ധിക്കും കേട്ടോ. അപ്പോൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല, എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ നമ്മളെ പറയും കേട്ടോ. അപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടല്ലേ. അവർക്ക് ചിലപ്പോൾ ഒരു കംഫർട്ടബിൾ ആവില്ല അങ്ങനെ വീഡിയോയിലൊന്നും വരുന്നത്, അവരൊക്കെ കാണിക്കുമോ എന്നൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും അത് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് വീഡിയോ എടുത്ത സമയത്ത് മോളെ കയ്യിലായിരുന്നു, മൂത്ത ആളെ കയ്യിലായിരുന്നു കേട്ടോ ഫോണ്. അപ്പോൾ അവളോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ വീഡിയോ എടുക്കരുത് നമ്മളൊക്കെ ഉൾപ്പെടുമെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് അറബിയിൽ പറഞ്ഞുകൊണ്ട് തന്നെ അവൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല കേട്ടോ. എനിക്കും കറക്റ്റ് അറബിയൊന്നും അത്ര മനസ്സിലാകുന്നില്ല, എന്നാലും അത് പറഞ്ഞത് അത് തന്നെ ആയിരിക്കും എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം കവർ ചെയ്യാത്ത ഭാഗങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നമ്മൾ വീട്ടിലേക്ക് ബെഡ്ഷീറ്റ് നോക്കണം, അതുപോലെ തന്നെ ഞാൻ 2-3 ഐറ്റം ഗ്ലാസ് കണ്ടിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ. അതൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വരുന്നത്. പിന്നെ 2 ബൗള് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഓഫറിലുണ്ടെങ്കിൽ അത് എടുക്കണം വിചാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ നോക്കാം, നമുക്ക്
നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങിയ പ്രൈസിലാണെന്നുണ്ടെങ്കിൽ എന്തായാലും എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്ലാസ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പോയപ്പം കണ്ടുവച്ചതായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഗ്ലാസ്. അപ്പം അതിൻ്റെ ഒരു സെറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെ ഇതുപോലുള്ള ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വീട്ടിൽ നമുക്ക് പുഡിങ്ങും ഇനിയിപ്പോൾ ജ്യൂസൊക്കെ കൊടുക്കാനായിട്ടൊക്കെ പറ്റിയിട്ടുള്ളൊരു ഗ്ലാസ്സാണ് കേട്ടോ. നല്ല ഗ്ലാസ്സാണ്. അപ്പോൾ അതും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ സംഭവങ്ങൾ ഞാനിങ്ങനെ നോക്കി നടക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോൾ വേറൊരു ജ്യൂസ് ഗ്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ജ്യൂസ് ഗ്ലാസ് ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ചെന്നപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഐക്യയിൽ ഒരു പ്രോഡക്റ്റ് കണ്ടിട്ട് പിന്നെ ചെല്ലുമ്പോൾ അത് കാണാതിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര വിഷമമായിട്ട് അത് കിട്ടാത്തതുകൊണ്ട്. പിന്നെ ഇതൊരു ട്രേ ആണ് കേട്ടോ. ഇതിന് വെറും 5 റിയാലുള്ളൂ കേട്ടോ. അപ്പം ഞാൻ അതൊരു 2 എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ ഞാനത് 2 എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് മെയിനായിട്ട് വേണ്ടത്, ഞാൻ ഇവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ മുന്നത്തെ പ്രാവശ്യമൊക്കെ കൊണ്ടുപോയത് ഇവർ ഐക്യേൻ്റെ ഒരു വൈറ്റ് പ്ലേറ്റ് ഉണ്ട്. അതാണ് കേട്ടോ നമ്മൾ വീട്ടിൽ ഫുഡ് കഴിക്കാനും ഒക്കത്തിനും ഉപയോഗിക്കണം ആ ഒരു പ്ലേറ്റാണ്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് വേറെ ഏതെങ്കിലും രൂപത്തിൽ വരുന്ന ഒരു സെറ്റ് പ്ലേറ്റിൻ്റെ, അതായത് ഡിന്നർ സെറ്റ് അങ്ങനെ എടുക്കണം എന്ന് ഒരാഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന സമയത്ത് അധികം സെറ്റാക്കി വെച്ചിരുന്ന 4 പ്ലേറ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കിട്ടിയിട്ട് എനിക്ക് കാര്യമില്ല. എനിക്ക് കുറച്ചധികം പ്ലേറ്റും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓരോന്നും അങ്ങനെ ആക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേ നോക്കിയിട്ടോ ഇഷ്ടപ്പെട്ടത് ചിലതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് എന്തോ എടുക്കാനായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് കാക്കും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു കംഫർട്ടബിളാണ് കേട്ടോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ച് അധികം പിന്നെ അങ്ങനെ എടുക്കുമ്പോഴൊക്കെ. അപ്പം ഞാൻ കാക്കുവിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇറക്കി തന്ന സമയത്ത് തന്നെ നിങ്ങളൊരു ഐക്യ ക്ലോസ് ആക്കണതിൻ്റെ കുറച്ച് മുന്നേ വന്നാൽ നമുക്ക് കുറച്ച് പ്ലേറ്റും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കാക്കുന്ന് എനിക്കറിയാം ഷോപ്പിൽ നിന്ന് ഇറങ്ങാനൊന്നും സമയം കിട്ടില്ല. അതുകൊണ്ട് തന്നെ കാക്കു വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഐക്യ ഒരു 10:30-11 മണിൻ്റെ ഉള്ളിലായിട്ട് ക്ലോസ് ചെയ്തിട്ടോ. ആ ഒരു സമയം വരെ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ഡിന്നർ സെറ്റ് ഞാൻ നോക്കി, അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സെറ്റ് ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഐക്യ, അതുകൊണ്ട് നമുക്ക് എപ്പം വേണമെങ്കിലും പോയിട്ട് എടുക്കാം. പിന്നെ ഇതുപോലുള്ള കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമ്മളെ ബേക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങൾ കേട്ടോ. ഈ ഒരു സെക്ഷനിക്ക് ഞാൻ അധികം വരലില്ല കേട്ടോ. കാരണം ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ബേക്കിങ്ങിനോടൊന്നും അത്ര ഒരു താല്പര്യമില്ല കേട്ടോ. കേക്കൊക്കെ ഉണ്ടാക്കാനൊക്കെ എനിക്ക് കുറച്ച് മുന്നൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ കേക്ക് ഉണ്ടാക്കാൻ. പക്ഷേ അന്ന് അതിൻ്റെ ഒരു സമയമായിരുന്നു കേട്ടോ, കേക്കിൻ്റെ ഒരു സമയമായിരുന്നു കേട്ടോ. അപ്പോൾ അന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് കേക്ക് ഉണ്ടാക്കണമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നൽ തുടങ്ങി കേട്ടോ. ഞാൻ വിചാരിക്കും ഒരു കേക്ക് കഴിക്കാൻ പൂതിയാകുമ്പോൾ നമുക്ക് ക്യാഷ് കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങിയപ്പോൾ ഒരു കേക്കാവും, ഇതിനിപ്പോൾ എത്ര ബുദ്ധിമുട്ടാണെന്നൊക്കെ വിചാരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ബേക്കിങ്ങിൻ്റെ കുറച്ചധികം സാധനങ്ങൾ തന്നെ എൻ്റെ കയ്യിലുണ്ടാക്കിയെന്ന് കൊണ്ടുപോയതും പിന്നെ ഞാൻ ഇവിടുന്ന് തന്നെ വേറെ ഓരോ ഷോപ്പിൽ നിന്ന് വാങ്ങിയ സംഭവങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ട് കേട്ടോ. അപ്പം അതൊന്നും വേണ്ട, എന്നാലും ജസ്റ്റ് ഒന്നിങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ ഇതുപോലുള്ള സ്പാച്ചിൽ എനിക്ക് വേണം. ഐക്യേൻ്റെ സ്പാച്ചിൽ ഞാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഏകദേശം ഒരു 5-6 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് ഒരു 2-3 എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ പുതിയ രൂപത്തിൽ ഇതൊക്കെ ആദ്യമേ ഉള്ളതാണ്, പുതിയ രൂപത്തിലുള്ള സ്പാച്ചിലേഴ്സും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് നോക്കുമായിരുന്നു കേട്ടോ. പിന്നെ എനിക്കൊരു പാന് വേണമായിരുന്നു ഇവിടെ ഉപയോഗിക്കാനാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മുന്നത്തെ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ പാത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ പാത്രങ്ങളൊന്നും അധികം കാണുന്നില്ല കേട്ടോ. ഏതെങ്കിലും ഫാമിലിയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ കാക്കു കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ നമ്മളെ ഷോപ്പിലുള്ള സ്റ്റാഫ് ഉണ്ടല്ലോ, അവർ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ എടുത്തതോ അറിയില്ല. അപ്പം പാത്രങ്ങളൊക്കെ എനിക്കിവിടെ ഭയങ്കര കുറവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് പാത്രങ്ങളും വേണം. ഞാൻ ഇപ്രാവശ്യമാണെങ്കിൽ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഇവിടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും കൊടുന്നിട്ടില്ല കേട്ടോ. ഒരു കുക്കർ പോലും കൊടുന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്രാവശ്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫുഡ് ഉണ്ടാക്കാൻ, പാത്രങ്ങളൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. അപ്പം 2-3 പാത്രങ്ങളും എനിക്ക് ഇവിടെ ഉപയോഗിക്കാനായിട്ട് എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു വുഡൻ്റെ നമ്മുടെ ടിഷ്യൂ ഹോൾഡർ ഉണ്ടല്ലോ, അത് ഞാൻ എല്ലാ പ്രാവശ്യം വരുമ്പോഴും നോക്കാറുണ്ട് കേട്ടോ. ഐക്യയിലാണെങ്കിലും വേറെ സ്ഥലങ്ങളിലൊക്കെ എനിക്ക് കിട്ടാറില്ല കേട്ടോ. അധികം നമ്മളെ പിന്നെ സ്റ്റീലിൻ്റെത്, പിന്നെ അതുപോലെ തന്നെ ഫൈബറിൻ്റെ ഒക്കെ മോഡൽ ഞാൻ നാട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് അത്ര ഒരു നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇവിടുന്ന് ഐക്യെന്നത് കണ്ടപ്പം പിന്നെ അതൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവള് ഈ ഒരു എന്ത് സാധനം എടുത്താലും അതുകൊണ്ടൊക്കെ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കളി ഉണ്ടാവും കേട്ടോ. ഞാനിങ്ങനെ നമ്മുടെ ബാത്റൂമിലേക്കുള്ള കുറച്ച് ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ബ്രഷൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഈ വന്ന സമയത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഇത് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. കാരണം വീഡിയോ ലെങ്ത് ആയി പോകും വിചാരിച്ചിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ഐക്കേൻ്റെ പ്രോഡക്റ്റുകളൊക്കെ കാണിക്കണ്ട കേട്ടോ. പിന്നെ ബെഡ്ഷീറ്റിൻ്റെ ഒരു സെക്ഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുന്നേ എന്നോട് കമൻറ്റ് വഴി ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബെഡ്ഷീറ്റിൻ്റെ സെക്ഷനൊന്ന് കാണിക്കുക വെച്ചിട്ട്. നിങ്ങൾക്ക് ബെഡ്ഷീറ്റും സംഭവങ്ങളും അതായത് ഹൗസ് വാമിങ്ങും അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഐക്യ നിങ്ങൾ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി നോക്കണ്ടിട്ടോ. ഐക്കേൻ്റെ ബെഡ്ഷീറ്റൊക്കെ അടിപൊളിയാണ് കേട്ടോ. പക്ഷേ എന്താ വെച്ചാൽ നല്ല റേറ്റ് ആയിരിക്കും കേട്ടോ ബെഡ്ഷീറ്റിന്. പക്ഷേ നമുക്ക് 1-2 ബെഡ്ഷീറ്റ് എടുത്താൽ തന്നെ കുറച്ചധികം കാലം നമുക്ക് ഒരു കേടും കൂടാതെ ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. പക്ഷേ ഐക്യെന്ന് ഞാൻ അധികം ബെഡ്ഷീറ്റൊന്നും 1-2 ബെഡ്ഷീറ്റ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ബാക്കിയെല്ലാം ഞാൻ വേറെ ഷോപ്പിൽ നിന്നാണ് കേട്ടോ ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ടുള്ളത്. എനിക്കിങ്ങനെ എപ്പോഴും ഒരേപോലെയുള്ള ബെഡ്ഷീറ്റ് ഉപയോഗിക്കുന്നതിനോട് അത്ര ഒരു താല്പര്യമില്ല കേട്ടോ. എനിക്കിങ്ങനെ കുറച്ചധികം ബെഡ്ഷീറ്റ് വാങ്ങി വെച്ചിട്ട് ഇങ്ങനെ വേറെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നാലും ബെഡ്ഷീറ്റ് അടിപൊളിയായിട്ട് വെറുതെ അത് പറയാതിരിക്കാൻ തന്നെ വയ്യ കേട്ടോ. അപ്പം ഞാൻ ആ ഒരു ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നല്ല ബെഡ്ഷീറ്റുകളുണ്ട് കേട്ടോ. പക്ഷേ നല്ല റേറ്റ് ഉണ്ട്. 225 കേട്ടോ. ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ബെഡ്ഷീറ്റിൻ്റെയൊക്കെ റേറ്റ് അത്യാവശ്യം നമ്മളെ നാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നല്ല പ്രൈസ് ആയിരിക്കും കേട്ടോ അത്. അതുകൊണ്ട് തന്നെ നമ്മളെ പ്രൈസിന് അതായത് ഞാനൊരു പ്രൈസ് വിചാരിച്ചിട്ടുണ്ട്. ആ ഒരു പ്രൈസിൽ ഒതുങ്ങണ ബെഡ്ഷീറ്റ് ഉണ്ടെങ്കിൽ അത് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ബെഡ്ഷീറ്റാണ് കേട്ടോ. അതുപോലെ തന്നെ കംഫർട്ടും അതിൻ്റെ ഷീറ്റും കാര്യങ്ങളൊക്കെ ഒരു സെറ്റാക്കിയിട്ട് അവിടെ ഉണ്ടാവും കേട്ടോ. അതായത് നമുക്ക് കാണിച്ചു തരും ഒരു ബെഡ് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ള ഒരു രൂപം നമ്മൾ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് രൂപത്തിലുള്ള ബെഡ്ഷീറ്റ് എടുക്കണം, എങ്ങനത്തെ കംഫർട്ട് എടുക്കണം, അല്ലെങ്കിൽ ബെഡ്ഷീറ്റും കംഫർട്ടും ഒരു പോലെ അതായത് ഒരേ രൂപത്തിൽ വരുന്നുണ്ടാവും. അതൊക്കെ ആയിട്ട് സെറ്റാക്കിയിട്ട് അവർ വെച്ചിട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വന്നാൽ നമുക്ക് ആരോട് ചോദിക്കേണ്ടെന്ന് വരില്ല ഇതെങ്ങനെയാണ് ഇതിൻ്റെ ബാക്കി എവിടെ ഒന്നും ചോദിക്കേണ്ടെന്ന് വരില്ല. കാരണം അതൊക്കെ ഒരുവിധം സെറ്റാക്കിയിട്ട് ഐക്യയിൽ വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഇതാ ബെഡ്ഷീറ്റൊക്കെ ഇതുപോലെ അടിപൊളിയായിട്ട് ബെഡിലൊക്കെ വിരിച്ച് അതെങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളൊരു രൂപം തന്നെ നമുക്ക് കാണിച്ചു തരും കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഐക്യയിൽ വന്നപ്പം ഐക്യേൻ്റെ ഒരുവിധം ഭാഗങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ടെന്ന് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് നടന്നിട്ടുണ്ടായിട്ട് അത്യാവശ്യം നടക്കാൻ നല്ലോണം കേട്ടോ ഐക്യേൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് തന്നെ മക്കളെല്ലാം ക്ഷീണിച്ച് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സെക്ഷനിക്കും ഞാൻ അധികം വരല കേട്ടോ. നമ്മുടെ ഒരു കിച്ചണും ബാത്റൂമും ഒക്കെ ഉള്ള പിന്നെ നമ്മുടെ വേസ്റ്റ് ബിന്നൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തേക്കൊന്നും ഞാൻ അധികം വരലില്ല കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് കുറച്ച് ആക്സസറീസ് ബാത്റൂമിലേക്ക് എടുക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ ഒരു ഭാഗത്തേക്കൊക്കെ വന്നിട്ട് നമ്മുടെ വീടിൻ്റെ പെയിൻറ്റിനോട് യോജിക്കുന്ന രൂപത്തിലുള്ള സംഭവങ്ങളുണ്ടോ എന്നൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ബൗളും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബൗളാണ് കേട്ടോ. 29 റിയാലാണ് കേട്ടോ ഈ ഒരു ബൗളിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇതാ ഒരുവിധം സംഭവങ്ങളൊക്കെ കവർ ചെയ്ത് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒരുവിധം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം തിരിച്ച് പോകണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം 10:45 കേട്ടോ സമയം. അപ്പം ഐക്യ ക്ലോസ് ആക്കാനുള്ളൊരു സമയമായിട്ടുണ്ട്. അധികം ആളുകളൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കും കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റുകൾ എഴുതാനും നിങ്ങൾ എന്തായാലും മറക്കരുത്. പിന്നെ അധികം ആളുകളും വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ ആ ലൈക്ക് ബട്ടൺ ഒന്ന് കാണുന്ന സമയത്ത് തന്നെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാൽ നമുക്ക് നമ്മളെ വീഡിയോക്കൊരു ലൈക്കൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അതുപോലെ തന്നെ കമൻറ്റുകൾ എഴുതാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.